ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ആണ്. അപ്പോൾ ഇത് ബ്രോഡ്വേയിലെ ഒരു സെൻറ്റ് ഫ്രാൻസിസ് എന്ന് പറഞ്ഞൊരു കടയിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ബുക്സൊക്കെ നോക്കി കുറേയൊക്കെ ഷോപ്പ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ബുക്ക്, ബാഗ് ഷോപ്പ് ചെയ്തതിനു പിന്നെ അങ്ങനെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ കൂടി വാങ്ങിക്കാനുണ്ടായിരുന്നു സ്റ്റേഷനറി ആയിട്ട്. പിന്നെ ക്ലാസ്മേറ്റിൻ്റെ ബുക്ക് എപ്പോഴും വാങ്ങിക്കണം, കാരണം അതെടുത്താൽ മതി എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോഴത്തേക്കും അവളുടെ പൗച്ച് എന്തോ നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഈ കാർട്ടിലെടുത്തേക്കുന്ന സാധനങ്ങൾ മൊത്തം എടുത്തതാണ് കേട്ടോ. അപ്പോഴത്തേക്കും ലഞ്ച് ബോക്സ് നോക്കാൻ തുടങ്ങി. അങ്ങനെ ലഞ്ച് ബോക്സ് തപ്പി അവിടെ പ്രത്യേകിച്ച് അങ്ങനെ വലുതൊന്നും ഉണ്ടായില്ല. അവസാനം ഞാൻ ഇത് നോക്കിയായിരുന്നു, പക്ഷെ എനിക്കിത് ഇഷ്ടമായില്ല. അപ്പോൾ ഞാൻ ഇതെടുത്തില്ല. എന്തോ ഒത്തിരി ചോറൊക്കെ കൊള്ളുള്ളൂ, ആകെ സ്ഥലമില്ലാത്ത പോലെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ വേറൊരെണ്ണം എടുത്തു. ഇപ്പോൾ കാണിച്ചില്ല, ഇതാണ് ഞാൻ എടുത്തത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അപ്പം തന്നെ ഒന്നും ചോദിക്കാണ്ട് പോയി കാർട്ടിലോട്ട് ഇട്ടു. അപ്പോൾ എൻ്റെ അനിയത്തി ഈ ഒരു പർപ്പിൾ പോലത്തെ എടുക്കണം എന്ന് പറഞ്ഞ്, അപ്പോൾ അതും എന്തോ വേണ്ടാന്നെന്തോ പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഇവിടെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ, അങ്ങനെ കുറേ ഹൂപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ അവർ പാരൻസ് വന്നിട്ട് ഓരോന്ന് ചെക്ക് ചെയ്യുകയാണ്. പിന്നെ പുറകിലൊക്കെ ബുക്സ് ഉണ്ട് കേട്ടോ, കുറേ ബുക്സ് ഉണ്ട്. അപ്പോൾ കുപ്പി എടുത്തായിരുന്നു, എന്നിട്ട് ഞാൻ അത് കുപ്പി വന്ന് മാറ്റും. അപ്പോൾ അതിന് കുറച്ച് പ്രൈസ് കൂടുതലാണ്, അത്ര വലുതായിട്ടൊന്നുമില്ല. വേറെ കുപ്പി എടുത്തായിരുന്നു. എന്തായാലും അത് നിങ്ങൾ മറ്റേ സ്കൂൾ സപ്ലൈസ് ഹാളിൽ പോയി കണ്ടതിനാൽ കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ ഞാനൊരു ബ്ലാക്ക് പൗച്ച് എടുത്തു. അങ്ങനെ നിങ്ങൾ അവിടുന്ന് കുറേ ഷോപ്പ് ചെയ്ത് കൂടെ കണ്ടോ. ഇവിടെ നിന്നാണ് ഞാൻ പൗച്ച് എടുത്തത്. അവിടെ കാണുന്ന ഒരു ബ്ലാക്ക് കണ്ടോ, അതാണ് ഞാൻ എടുത്തത്. ഇവിടെ കുറേ ബോക്സസ് ആണ്. എനിക്ക് പൗച്ചാണ് ഇഷ്ടം. അപ്പോൾ എൻ്റെ ഒരു യൂണിക്കോൺ ബാഗ് ആയതാണ്, അതിന് മാച്ചായിട്ടുള്ള എന്തൊക്കെയാണ് നോക്കുന്നത്. പിന്നെ ഇങ്ങനെ ബുക്ക് കവർ ചെയ്യുന്ന സാധനങ്ങളൊക്കെ നോക്കി ഞാൻ ഒരു ഓറഞ്ച് പോലത്തെ കളറിൻ്റെ ബുക്ക് പൊതിയാൻ ചെറുത് മതിയല്ലോ, അപ്പോൾ ചെറുത് പോലത്തെ വാങ്ങിച്ചു. അപ്പോഴത്തേക്കും ഇവിടെ കുറേ വലിയ ക്യാൻവാസൊക്കെ ഉണ്ട്. അതിനൊക്കെ ഏകദേശം 2000 എന്തോ ആണ് അതിനകത്ത് എഴുതിയേക്കണം. 2000 ആണോ 5000 ആണോ എന്ന് എനിക്കറിയില്ല, എന്തോ എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊന്നും നമുക്ക് ആവശ്യമില്ല. പക്ഷെ ഞങ്ങൾ വെറുതെ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുത്ത് പോകാമെന്ന് വിചാരിച്ചു. പെയിൻ്റൊക്കെ ഉള്ള കാരണം പെയിൻ്റൊന്നും വാങ്ങിച്ചിട്ടുണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴെ എത്തി. ഇവിടുന്നാണെങ്കിൽ നമുക്ക് പേനയൊക്കെ ഷോപ്പ് ചെയ്യാനുള്ളത്. അപ്പോൾ പേനയൊക്കെ വാങ്ങിക്കാനാണ് താഴത്തോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കുറേ എക്സാം ബോർഡ് കണ്ടു. അപ്പോൾ ഞാനിങ്ങനെ ഓരോ എക്സാം ബോർഡ് നോക്കാം കേട്ടോ. അവസാനം ഞാൻ ഒരെണ്ണം എടുത്തു, ഒരു മരത്തിൻ്റെ പോലത്തെ ഒരു നല്ല കട്ടിയുള്ളത്. പിന്നെ പേന നോക്കാൻ വന്നിട്ട് അവരുടെ അടുത്ത് പേനയൊക്കെ പറഞ്ഞു. അങ്ങനെ 3 സെറ്റ് പേനയും വാങ്ങിച്ചിട്ട് അവിടുന്ന് ഇറങ്ങി. പിന്നെ കുറച്ച് സ്റ്റേഷനറി സാധനങ്ങളൊക്കെ അത് മറ്റേ സ്കൂൾ സപ്ലൈസ് ഹാളിൽ പോയി കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നതാണ്. ആദ്യം ഈ വീഡിയോ വരുന്നുണ്ട്, പക്ഷേ ഞാൻ അതാണ് ഇട്ടത്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അധികം വലിയ വീഡിയോ ഒന്നുമല്ല, കാരണം നമ്മൾക്ക് ചിലതൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം ബ്രോഡ്വേ ആയത് കാരണം പല കടയിൽ കയറിയിട്ടാണ് പല സാധനങ്ങൾ വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ ഒന്നും ഇടയിൽ വെച്ച് നമുക്ക് എടുക്കാൻ പറ്റിയില്ല, അതായിരുന്നു പ്രശ്നം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.